ഇപ്പോൾ കണ്ണൂരിലെ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കും. അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷ വർഗീയത തകർത്താടിയ ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. മതവും പള്ളിയും നോക്കി വോട്ട് ചെയ്യണമെന്ന് വരെ അഭ്യർത്ഥന വന്നു. അതുപോലെ സണ്ണി ജോസഫിൻ്റെ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ BJP ഇടപെടൽ ഉണ്ടായി എന്നും KK രാഗേഷ് പറഞ്ഞു വയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം: ഇപ്പൊ ന്യൂനപക്ഷ വർഗീയത തിമർത്താടിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ചേർന്ന് മതം നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, പള്ളി നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പ്രചരിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ 10,000-ഓളം വോട്ട് കാണാനില്ല. ആ 10,000-ഓളം വോട്ട് നേരെ സണ്ണി ജോസഫിന്റെ പോക്കറ്റിലേക്ക് പോയിരിക്കുന്നു. സ്ട്രാറ്റജിക് വോട്ടിംഗ്, കൈത്താങ് എന്നല്ല പറയുക, താമരത്താങ്. കണ്ണൂരിലെ CPM പരാജയത്തിൽ വലിയ വിമർശനങ്ങൾ നേടുന്ന KK രാഗേഷ് ആരോപണത്തിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുമ്പോഴാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം വന്നിരിക്കുന്നത്. നമുക്കൊപ്പം കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, ഈ എവിടെ നടന്ന യോഗത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന വന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SK. ഇന്നലെ നടന്ന കല്യാശ്ശേരിയിൽ നടന്ന EK നയനാർ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കണ്ണൂർ CPMന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു നറേറ്റീവ് അദ്ദേഹം ആദ്യമായി പരസ്യമായി തന്നെ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ വർഗീയത തകർത്താടിയെന്നാണ് KK രാഗേഷിന്റെ ഒരു ആരോപണം. അതിൽ പ്രധാനമായും അദ്ദേഹം പറയുന്നത് BJPയും കോൺഗ്രസും തമ്മിൽ വലിയൊരു ഡീല് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ തന്നെ മതം നോക്കിയും പള്ളി നോക്കിയും വോട്ട് ചെയ്യണമെന്നുള്ള ഒരു ആഹ്വാനം നടത്തിയിരുന്നതായിട്ടും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് കണ്ണൂരിലെ പേരാവൂര്, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് കിട്ടിയാണ് UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതിന് പകരമായി നേമത്ത് കോൺഗ്രസ് വോട്ട് മറിച്ച് BJPക്ക് നൽകുകയും ചെയ്തു. BJP ജയിച്ച 3 സീറ്റുകളിലും കോൺഗ്രസ് ആണ് 3-ാം സ്ഥാനത്തേക്ക് പോയതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ചർച്ചയായ ഒരു വിഷയമായിരുന്നു CPM BJP ഡീൽ എന്ന VD സതീഷിന്റെ ആരോപണം. എന്നാൽ ഇങ്ങനെ പരസ്യമായൊരു പുകമറ ഉണ്ടാക്കി ഇവർ രഹസ്യമായി BJPയും കോൺഗ്രസും തമ്മിലൊരു ഡീൽ ഉണ്ടാക്കിയെന്നാണ് KK രാഗേഷ് ആരോപിക്കുന്നത്. ഈ ഒരു ഉത്സവപ്പറമ്പിൽ മാല മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആൾ തന്നെ കള്ളനെന്ന് പറഞ്ഞ് ആളെ കൂട്ടുന്ന ഒരു സമീപനമാണ് VD സതീശനും സംഘവും ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. സ്ട്രാറ്റജിക് വോട്ടിംഗ്, ഇങ്ങനെ ഒരു വാക്കാണ് KK രാഗേഷ് ഉപയോഗിക്കുന്നത്. അതായത് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഈ പല മണ്ഡലങ്ങളിലും, CPM തോറ്റ പല മണ്ഡലങ്ങളിലും നടന്നിട്ടുണ്ട്. അത് BJP കോൺഗ്രസിന് വോട്ട് മറിച്ചു, കോൺഗ്രസ് തിരിച്ച് BJPക്ക് വോട്ട് മറിച്ചു എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്നത്. തോൽവിയുടെ കാരണമായി പലതും പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വർഗീയ ഇടപെടൽ നടന്നു എന്നാണ് അദ്ദേഹം ഊന്നി പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.